നട്ടെല്ലിന്റെ വളവ് മൂലം ദീർഘകാലമായി ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന യുവതിക്ക് കാരിത്താസിലെ ഡോക്ടർമാർ ആശ്വാസം പകർന്നു. ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർമാരാണ് ശസ്ത്രക്രിയയിലൂടെ നട്ടെല്ലിലെ വളവ് നിവർത്തിയത്. കൗമാരപ്രായത്തിലുള്ളവർക്ക് നട്ടെല്ലിൽ ബാധിക്കുന്ന ഇഡിയോപാത്തിക് സ്കോളിയോസിസ് എന്ന അവസ്ഥ ബാധിച്ച യുവതിയെ 8 മണിക്കൂർ നീണ്ട സർജറിക്ക് വിധേയമാക്കുകയായിരുന്നു. ഡോക്ടർ ജോമിൻ്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തി നട്ടെല്ലിലെ വളവ് നിവർത്തിയത്. വളർച്ചയുടെ ഭാഗമായി ഉണ്ടാകുന്ന വളവുകൾ ചികിത്സിക്കാതെ ഇരുന്നാൽ പ്രായം മുന്നോട്ടു പോകുന്നതനുസരിച്ച് കൂടുതൽ വളയാനും ശരീരാകൃതിയിൽ പ്രകടമായ വ്യത്യാസങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കാലുകൾക്ക് തളർച്ചയടക്കമുള്ള സങ്കീർണതകൾ ഒഴിവാക്കാൻ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് രോഗിയുടെ ന്യൂറോ മോണിറ്ററിംഗ് ടെക്നിക് ഉപയോഗിക്കുന്നു. എല്ലാ രോഗസംബന്ധിയായ സങ്കീർണതകളെയും പാർശ്വഫലങ്ങൾ കൂടാതെ ഭേദമാക്കാൻ കഴിഞ്ഞത് കാരിത്താസ് ഓർത്തോ വിഭാഗത്തിൻ്റെ പ്രാഗൽഭ്യമാണ് തെളിയിക്കുന്നതെന്ന് കാരിത്താസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ ബിനു കുന്നത്ത് അഭിപ്രായപ്പെട്ടു. ദീർഘകാലത്തെ ഗവേഷണങ്ങളുടെ അനന്തരഫലവും നൂതന സാങ്കേതിക ചികിത്സാ രീതികളുമാണ് ഈ നേട്ടം കൈവരിക്കുന്നതിന് കാരിത്താസിന് ആത്മവിശ്വാസം നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നട്ടെല്ലിൻ്റെ വിവിധതരം പ്രശ്നങ്ങൾക്കുള്ള നൂതന ചികിത്സാ രീതികളായ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയ, മിനിമലി ഇൻവസീവ് ശസ്ത്രക്രിയ, കൈഫോപ്ലാസ്റ്റി, കൃത്രിമ ഡിസ്ക് മാറ്റിസ്ഥാപിക്കൽ, വേദനയ്ക്കുള്ള എപ്പിഡ്യൂറൽ കുത്തിവയ്പ് എന്നിവയും കാരിത്താസ് ആശുപത്രിയിൽ ഓർത്തോ വിഭാഗത്തിൻ്റെ സവിശേഷതകളാണെന്നും അദ്ദേഹം പറഞ്ഞു.